ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഈ മത്തങ്ങ വെച്ചൊരു നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങ കുറേ പേർക്കൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഈ മത്തങ്ങ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് മത്തങ്ങ വളരെ സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ 2 കഷ്ണം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കിലോയോളം വരും. അപ്പോൾ അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ കഷ്ണങ്ങൾ കുക്കറിനകത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിനകത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ അത് ഒരു 3 സിറ്റി വരുന്നിടം വരെ വേവിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അടുപ്പത്തിട്ട് വേവിച്ചാലും മതി. എളുപ്പം വേവുന്നതിന് വേണ്ടി കുക്കറിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് 3 സിറ്റി വരുന്നിടം വരെയും ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 2 കഷ്ണം ശർക്കര വെള്ളത്തിൽ അലിക്കാനായിട്ട് ഇട്ട് വെക്കാം. എന്നിട്ട് അതൊന്ന് പാനിയാക്കി എടുക്കണം. ശർക്കരയൊന്ന് പാനിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ മത്തങ്ങ നല്ലതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. മത്തങ്ങയിൽ കൂടുതലുള്ള വെള്ളം അങ്ങ് ഊറ്റിക്കളയണം. ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇത് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മത്തങ്ങ നല്ലതായിട്ട് ഉടച്ചെടുക്കുക. ഒട്ടും കഷ്ണങ്ങളൊന്നുമില്ലാതെ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. തവി വെച്ച് ഇങ്ങനെ ഉടച്ചാൽ മതി, അല്ലാതെ മിക്സിക്കകത്തിലൊന്നും ഇട്ട് അടിച്ചൊന്നും എടുക്കണ്ട. ഇങ്ങനെ തവി വെച്ച് തന്നെ ഉടച്ചെടുത്താൽ മതി. ഇനി നമ്മൾ പാനിയാക്കി വെച്ചിരുന്ന ശർക്കര ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതും ഏകദേശം വലിയ 1 കപ്പ് ശർക്കര പാനി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പം നല്ല മധുരം ഇതിനകത്തിൽ ആവശ്യത്തിന് കാണും. കുറച്ചുകൂടെ ഒന്ന് ഒരു ലായനി പോലെ ആക്കുന്നതിന് വേണ്ടി കുറച്ച് ശർക്കര പാനിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഇളക്കി നമുക്ക് ഈ മത്തങ്ങയും ശർക്കരയും കൂടെ ഒന്ന് യോജിപ്പിച്ച് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം മത്തങ്ങായ. ഇനി നമുക്ക് ഒരു കപ്പ് പശുവിൻ പാൽ തിളപ്പിച്ചത് നമുക്ക് ഇതിനകത്തിൽ ഒഴിച്ചു കൊടുക്കണം. അതിനു വേണ്ടി 1 കപ്പ് പശുവിൻ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മത്തങ്ങായ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. കുറേ നേരം അത് ഇളക്കി ഈ ശർക്കരക്കകത്തിൽ അത് നല്ലതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്, നല്ലതായിട്ടുള്ള ആ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഇനിയും അത് കഴിയുമ്പോൾ നമുക്ക് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പശുവിൻ പാലായതുകൊണ്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 സ്പൂണ് ചുക്കുപൊടിയാണ് ഇട്ട് കൊടുത്തത്. അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പായസത്തിലൊക്കെ ഉപയോഗിക്കുമല്ലോ കിസ്മിസും കാഷ്യൂനട്ടും, 3 സ്പൂണ് നെയ്ക്കകത്തിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വറുത്തെടുത്ത് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കിസ്മിസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കുറച്ച് എടുത്തിട്ടുണ്ട്. അത് വറുത്ത് ഇതിനകത്തിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ സഫ്രോൺ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് സഫ്രോണും ഇടാൻ പറ്റും. അത് നല്ലതാണ്. 2-3 പീസ് സഫ്രോണൊക്കെ ഇട്ടാൽ അത് നല്ലതാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മത്തങ്ങ പായസമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇനിയും ഈ മധുരമൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടി 1 നുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് വെച്ച് നോക്കൂ, എന്നിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കൂ. എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു സിമ്പിളായത് അതുപോലെ തന്നെ ടേസ്റ്റുള്ളതുമായ കൊച്ചു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി.